20th സെഞ്ച്വറി ലിറ്ററേച്ചറിൽ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസാണ് ഈ ഓഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈ മോഡേണിസം എന്ന് വെച്ചാൽ എന്താണ്? ഹൈ മോഡേണിസം എന്ന് പറയുന്നത് ഒരു ലിറ്റററി മൂവ്മെൻ്റ് ആണ്. ഏർലി 20th സെഞ്ച്വറിയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റൈലിൽ നിന്നെല്ലാം ഡെലിബറേറ്റ് ആയിട്ട് ഒരു ബ്രേക്ക്, അതാണ് ഹൈ മോഡേണിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആ സമയത്ത് ഇറങ്ങിയ നറേറ്റീവ്സ് എന്ന് പറയുന്നത് ഫ്രാഗ്മെൻറ്റഡ് ആയിരുന്നു, ഫ്രാഗ്മെൻറ്റഡ് സ്റ്റൈലിലായിരുന്നു എഴുതിയിരുന്നത്. ഒരു കംപ്ലീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ തന്നെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്ക് യൂസ് ചെയ്തിരുന്നു. ഒരു ക്യാരക്ടറിൻ്റെ ഇന്നർ സെൽഫ് അല്ലെങ്കിൽ ഇന്നർ മൈൻഡ് ഓർ കോൺഷ്യസ്നെസ്സിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇനി എങ്ങനെയാണ് ജെയിംസ് ജോയ്സ് ഗബ്രിയേലിനെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നത്? ഗബ്രിയേൽ കോൺട്രോയെ ഒരു എഡ്യൂക്കേറ്റഡ് യെറ്റ് ഇമോഷണലി ഡിറ്റാച്ച്ഡ് മാനായിട്ടാണ് ജെയിംസ് ജോയ്സ് പ്രസൻറ്റ് ചെയ്തിരുന്നത്. അയാളുടെ സെൽഫ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബീങ് ചലഞ്ച്ഡ് ബൈ അദ്ദേഹത്തിൻ്റെ പാസ്റ്റ്, അതായത് അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പാസ്റ്റ് അഫെക്ഷൻസുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു റെവലേഷനുമായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സെൽഫ് പെർസെപ്ഷൻ ചലഞ്ച്ഡ് ആയിക്കൊണ്ടിരുന്നത്. പിന്നെ ഐ ഹാവ് മെറ്റ് ദം അറ്റ് ക്ലോസ് ഓഫ് ഡേ, ആരെക്കുറിച്ചാണ് WB യേറ്റ്സ് ദേ എന്ന് പറഞ്ഞ് റെഫർ ചെയ്യുന്നത്? ഇവിടെ ഐറിഷ് റിബല്യൻ കണ്ടക്ട് ചെയ്ത ഐറിഷ് റെവല്യൂഷണറീസിനെ അല്ലെങ്കിൽ ഐറിഷ് റിബൽസിനെയാണ് ഇവിടെ ദേ എന്ന് പറയുന്നത്. അത് ഏത് പോയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഈസ്റ്റർ റൈസിംഗ് ഓഫ് 1960. ടു വിച്ച് ഗ്രൂപ്പ് ഓഫ് പോംസ് ഡസ് ടി.എസ്. ഇലിയറ്റിൻ്റെ പോം മെറീന ബിലോങ്? മെറീന എന്നുള്ളത് ടി.എസ്. ഇലിയറ്റിൻ്റെ ഏരിയൽ പോംസ് എന്നുള്ള സീരീസിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് കാഫ്ക ബ്രിഡ്ജിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്? കാഫ്കയുടെ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു സെൻറ്റിനൻ്റ് ആണ്. അത് അൾട്ടിമേറ്റ്ലി കൊളാപ്സ് ആവുന്നുണ്ട് ബിക്കോസ് ഒരു ട്രാവലറിൻ്റെ വെയിറ്റ് കാരണം. അതിലേക്കൂടെ ഒരു ട്രാവലർ നടന്നു പോകുമ്പോൾ അത് അൾട്ടിമേറ്റ്ലി കൊളാപ്സ്ഡ് ആവുകയാണ്. എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അത് അത്രമാത്രം വൾണറബിൾ ആണെന്നും അതിനൊരു കൈൻഡ് ഓഫ് എക്സിസ്റ്റൻഷ്യൽ ഡെസ്പെയർ ഉണ്ടെന്നുമാണ് പറയുന്നത്. ഇനി ഏത് സ്റ്റേറ്റിലാണ്, ഹൗ ഡസ് ദ സ്റ്റേറ്റ് ഐഡൻറ്റിഫൈ ദ അൺനോൺ സിറ്റിസൺ? സ്റ്റേറ്റ് അൺനോൺ സിറ്റിസനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ്സും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്തോ ഇല്ലയോ, എന്തെങ്കിലും ബ്രേക്ക് ആയോ, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അൺനോൺ സിറ്റിസനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അല്ലാതെ അയാളുടെ ഇൻഡിവിജ്വാലിറ്റി അതൊന്നും ഇവരെന്ത് ചെയ്യത്തില്ല, സ്റ്റേറ്റ് മൈൻഡ് ചെയ്യത്ത് പോലുമില്ല. അപ്പോൾ അയാളുടെ ഇൻഡിവിജ്വാലിറ്റി നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. വാട്ട് ഡസ് ദ ലൈറ്റ് സിംബലൈസ് ഇൻ ഡിലൻ തോമസ് പോം? ഡിലൻ തോമസിൻ്റെ പോയത്തിനകത്ത് ലൈറ്റ് സിംബലൈസ് ചെയ്യുന്നത് ലൈഫ് അല്ലെങ്കിൽ വൈറ്റാലിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ഡെത്ത്. ഇനി എന്തുകൊണ്ടാണ് ആൻ ഫ്രാങ്ക് തിങ്ക് ദാറ്റ് ഷീ കുഡ് കൺഫൈഡ് ഇൻ ഹർ ഡയറി? ആൻ ഫ്രാങ്ക് ഫെൽറ്റ് ദാറ്റ് അവർ ഡയറിയിൽ ഇങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് എഴുതി തുടങ്ങാം അല്ലെങ്കിൽ ഡയറിയിൽ ഒരു ലൈഫ് കണ്ടെത്താമെന്ന് അവർ എന്തുകൊണ്ടാണ് ചിന്തിച്ചതെന്ന് വെച്ചാൽ ബിക്കോസ് ഷീ ലാക്ഡ് എ ട്രൂ ഫ്രണ്ട്. ഒരു ട്രൂ ഫ്രണ്ട് ഇല്ലായിരുന്നു. ബിക്കോസ് ഷീ വാസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എ ക്രൈസിസ്. അതുകൊണ്ട് അവർക്ക് ട്രൂ ഫ്രണ്ട്സിനെ ഒന്നും കിട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് അവരുടെ തോട്ട്സ് പ്രൈവറ്റായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിൽ അവരൊരു ആശ്വാസം അല്ലെങ്കിൽ ഒരു സൊലസ് കണ്ടെത്തി. ഓക്കെ. ഇനി വൈ ഈസ് ബറോക്ക കോൾഡ് എ ലയൺ? ദ ലയൺ ആൻഡ് ദ ജുവലിനകത്ത് ബറോക്ക എന്തുകൊണ്ടാണ് ലയൺ എന്ന് വിളിച്ചാൽ അയാൾ വളരെ സ്ട്രോങ് ആണ്, കണ്ണിങ് ആണ്. അയാളൊരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ട്രഡീഷണൽ ലീഡറാണ് ഈ പ്ലേക്കകത്ത്. എന്താണ് റേസിസം? റേസിസം ഈസ് എ ബിലീഫ് ദാറ്റ് ഒരു അല്ലെങ്കിൽ റേസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിനെയും കപ്പാസിറ്റി എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നു. ആൻഡ് ഒരു ഐഡിയ, ഇത് എന്ത് ഐഡിയയിൽ ബേസിസാണ് ഈ റേസിസം എന്നുള്ള ഐഡിയ ശരിക്കും പറഞ്ഞാൽ പ്രവലൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്ന് വെച്ചാൽ ഐഡിയ ദാറ്റ് സം റേസസ് എന്ന് പറയുന്നത് ആർ ഇൻഹെറൻ്റ്ലി സുപ്പീരിയർ ദാൻ അല്ലെങ്കിൽ സുപ്പീരിയർ ടു അതേഴ്സ്. അതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റിലാണ് റേസിസം എന്നുള്ള ഈ ഒരു ഐഡിയ പ്രിവലൻ്റ് ആയിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. പിന്നെ റൈസിംഗ് ഓഫ് ദ മൂണിനകത്ത് മെയിൻ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഡ്യൂട്ടിയും പേട്രിയോട്ടിസവും തമ്മിലുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഒരു പോലീസ് സർജൻ്റ് അയാളുടെ റെസ്പോൺസിബിലിറ്റീസുമായിട്ട് ഗ്രാപ്പിൾ ചെയ്യുകയും അയാൾക്ക് പക്ഷേ ആ ഐറിഷ് നാഷണലിസ്റ്റിൻ്റെ അടുത്തൊരു സിമ്പതിയും ഉണ്ട്. അപ്പോൾ ഈ ഒരു തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇനി സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് വെച്ചാൽ ഒരു നറേറ്റീവ് ടെക്നിക്കാണ്. ക്യാരക്ടറിൻ്റെ ഇൻറ്റേർണൽ തോട്ട്സ് അല്ലെങ്കിൽ ആ ഫ്ലോ ഓഫ് തോട്ട്സ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പോർട്രേ ചെയ്യും. ഫീലിങ്സും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രാമറോ സ്ട്രക്ചറോ ഒന്നും നോക്കാതായിരിക്കും ഇത് പറയുന്നത്. ആ മൈൻഡിൽ അയാളുടെ ക്യാരക്ടറിൻ്റെ മൈൻഡ് എങ്ങനെയാണെന്നോ അയാളുടെ സൈക്കോളജിക്കൽ വർക്കിംഗ് എന്താണെന്ന് നമുക്കിതിനകത്തൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ജെയിംസ് ജോയ്സിൻ്റെ ദ ഡെഡ് എന്നുള്ളതിനകത്ത് ഗബ്രിയേലിൻ്റെ എപ്പിഫനി എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? എപ്പിഫനി എന്ന് വെച്ചാൽ സഡൻ റിയലൈസേഷൻ, പെട്ടെന്നുള്ളൊരു തിരിച്ചറിവ്, അതാണ് എപ്പിഫനി എന്ന് പറയുന്നത്. ഇപ്പോൾ ഗബ്രിയേൽ ഇയാളുടെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്കണക്ഷനും അയാളുടെ വൈഫിൻ്റെ പാസ്റ്റ് ലവിനെ കുറിച്ചുള്ളതൊക്കെയൊക്കെ പെട്ടെന്ന് റിയലൈസ്ഡ് ആവുകയാണ്. കാരണം ഇയാളുടെ മോർട്ടാലിറ്റിയെക്കുറിച്ച് ഇയാൾ പെട്ടെന്ന് ഒറ്റപ്പെട്ടപ്പോഴും അല്ല ഇയാൾ ഈ ഒരു സംഭവമാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കിയെടുത്തത്.
നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് നമുക്ക് ചില സമയത്ത് എന്താ പറയുന്നത്, നമ്മൾ സഡൻ റിയലൈസേഷൻസ് ഒക്കെ ഹാപ്പൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാളുടെ മരണത്തിനെക്കുറിച്ച്, ലോൺലിനെസ്സിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് ഇയാളുടെ വൈഫിൻ്റെ പാസ്റ്റ് ലവിനെക്കുറിച്ചും ഇയാൾക്ക് വൈഫുമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ ഡിസ്കണക്ഷനെ കുറിച്ച് ഇയാൾ ചിന്തിച്ചത്. ഇനി എന്താണ് വിർജീനിയ വൂൾഫ്, എന്ത് പാരഡോക്സ് ആണ് ഇവർ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഇൻ ദ പോർട്രയൽ ഓഫ് വിമൺ ഇൻ ലിറ്ററേച്ചർ? സ്ത്രീകളെ ഫിക്ഷൻ ഐഡിയലൈസ്ഡ് ചെയ്തേക്കുവാണെന്ന് വൂൾഫിന് മനസ്സിലായി. ആൻഡ് അവർക്ക് ഒപ്രസ്ഡ് ആൻഡ് മാർജിനലൈസ്ഡ്, പക്ഷേ അവർക്ക് റിയൽ ലൈഫിൽ ഒപ്രസ്ഡ് ആൻഡ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ലൈഫാണ് ഉള്ളത്. അപ്പോൾ ലിറ്റററി റെപ്രസെൻറ്റേഷനും സൊസൈറ്റിയിൽ റിയാലിറ്റിയും തമ്മിൽ അന്തരം ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് W.H. ഓഡൻ്റെ പോയത്തിനെ സറ്റേറിക്കൽ എലിജി എന്ന് പറയുന്നത്? W.H. ഓഡൻ്റെ പോയമായിട്ടുള്ള മറ്റ് ഐഡിയൽ സിറ്റിസൺ എന്ന് പറയുന്നത് ഒരു സിറ്റിസൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു ഐഡിയൽ സിറ്റിസൺ എങ്ങനെയാണെന്നുള്ള കോൺസെപ്റ്റിനെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതുവാണ്. അപ്പോൾ അതായത് ഒരു ഇപ്പോഴത്തെ മോഡേൺ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഗവൺമെൻറ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ്സ് പോലെ സൂക്ഷിച്ചു വെച്ചേക്കുകയാണ്. അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ, അയാൾ ജീവിച്ചിരുന്ന സമയത്ത് അയാൾ സൊസൈറ്റിയിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്താണോ ജീവിച്ചത്, അയാൾ ഗവൺമെൻറ്റിന് എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾ എന്തൊക്കെ ജോലികൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റിന്, ഇതൊക്കെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഗവൺമെൻറ് ചെക്ക് ചെയ്യുന്നത്. ഒരിക്കലും അയാളുടെ ലൈഫ് ഹാപ്പി ആയിരുന്നോ, അയാൾ സാഡായിട്ടുള്ള ലൈഫാണോ ലീഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അയാൾ ആസ് എൻ ഇൻഡിവിജ്വൽ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്നും ഗവൺമെൻറ്റിന് അറിയില്ല. അപ്പോൾ ആ ഒരു സിറ്റിസണിനെ വെറും ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡായിട്ട് കീപ്പ് ചെയ്ത് സൂക്ഷിക്കുന്നത് മാത്രമാണ് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. അല്ലാതെ അയാൾ എങ്ങനെയായിരുന്നു ജീവിച്ചതെന്നും അയാളുടെ കുടുംബജീവിതം എങ്ങനെയായിരുന്നെന്നോ, അല്ലെങ്കിൽ അയാളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണോ അയാൾ ജോലി കിട്ടിയെന്നോ ഒന്നും ആർക്കറിയത്തില്ല, ഗവൺമെൻറ്റിന് അറിയത്തില്ല. അതായത് അയാളുടെ ആ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഗവൺമെൻറ്റിന് അറിയത്തില്ല. ജസ്റ്റ് അയാളുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയെക്കുറിച്ച് ഒരു പിടിയും ഇല്ല ആർക്ക്, നമ്മുടെ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ഗവൺമെൻറ്റിന്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ വെറുതെ, അതായത് ഒരു മനുഷ്യനെ, ഒരു സിറ്റിസണിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത് ഇവിടെ? വെറും ഒരു ഡേറ്റാ ഷീറ്റ് പോലെ, ഒരു കൈൻഡ് ഓഫ് റെക്കോർഡ് എൻട്രി പോലെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതാ കളിയാക്കുകയാണ് ഈ ഒരു എലിജിക്കകത്ത്, ഈ ഒരു സറ്റേറിക്കൽ എലിജിക്കകത്ത്. ഇനി എന്താണ് ഇമേജിസം? ഇമേജിസം എന്ന് പറയുന്ന ലിറ്റററി മൂവ്മെൻ്റ് ആണ്. ക്ലാരിറ്റി, പ്രിസിഷൻ, ലാംഗ്വേജ് വളരെ ഷോർട്ടായിട്ട് യൂസ് ചെയ്യുക, നല്ല വെറൈറ്റി ഉള്ള ഇമേജറി യൂസ് ചെയ്യുക, പിന്നെ ഫ്രീ വേഴ്സ് യൂസ് ചെയ്യുക. ഇതാണ് ഇമേജിസം എന്ന് പറയുന്നത്. പിന്നെ എസ്രാ പൗണ്ടിൻ്റെ പോംസൊക്കെയാണ് ഇമേജസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ വരുന്നത് കേട്ടോ. ഇനി ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റിലെ സ്ട്രക്ചർ ഓഫ് ദ പോം എന്ന് വെച്ചാൽ അതൊരു വില്ലനയിലാണ്. അതായത് 19 ലൈൻ ഫോമാണ്, 2 റിപ്പീറ്റിംഗ് റൈമും പിന്നെ റിഫ്രെയിൻസും ഉണ്ട്. റിഫ്രെയിൻ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ലൈൻസും വരുന്നുണ്ട്. അപ്പോൾ തീം ഓഫ് റെസിസ്റ്റൻസ് എഗെയിൻസ്റ്റ് ഡെത്ത് ആണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. എങ്ങനെയാണ് ഓഡൻ സർവെയിലൻസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? അതായത് നമ്മുടെ മറ്റേ അൺനോൺ സിറ്റിസൺ എന്നുള്ള പോയത്തിനകത്ത് ഓഡൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റിൻ്റെ സർവെയിലൻസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, സ്റ്റേറ്റ് ഈ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഐഡൻറ്റിറ്റിക്കും ഹ്യൂമാനിറ്റിയും എല്ലാം ഇറേസ് ചെയ്തിട്ട് ആ ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഫാക്റ്റുകൾ സൂക്ഷിച്ചു വെക്കുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കോർഡ് പോലെയാണ്, ഒരു കൈൻഡ് ഓഫ് ഡേറ്റ എൻട്രി ഷീറ്റ് പോലെയാണ് ഇതിനകത്ത് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അപ്പം ആ ഇൻഡിവിജ്വൽ സൊസൈറ്റിയുടെ ഇതിൻ്റെ റൂൾസിനനുസരിച്ച് കൺഫേം ചെയ്തിട്ടാണോ ജീവിച്ചതെന്നും, പിന്നെ അയാളുടെ ബാക്കിയുള്ള മരണം എപ്പോഴായിരുന്നു, ജനിച്ചത് എപ്പോഴായിരുന്നു, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് പോലെ സൂക്ഷിച്ചു വെച്ചാണ് ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഈ ആളുകളെ സർവെയിലൻസ് അല്ലെങ്കിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അല്ലാതെ അതിനപ്പുറത്തോട്ട് അവർക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടെന്നും അവരുടെ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഗവൺമെൻറ് ചിന്തിച്ചിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, അറിയാൻ ശ്രമിച്ചിട്ടുമില്ല. ഇനി എന്താണ് കൊളോസസ് എന്നുള്ള പോയത്തിനകത്ത് സിൽവിയ പ്ലാത്ത് ഏത് ഇമേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്? കൊളോസസ് എന്നുള്ള ഇമേജ് അച്ഛനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, സിൽവിയ പ്ലാത്തിൻ്റെ. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഫ്റ്റർ ഹിസ് ഡെത്ത്, അച്ഛൻ്റെ മരണത്തിന് ശേഷം അച്ഛനെക്കുറിച്ച് കൂടുതൽ അറിയാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും റീകൺസ്ട്രക്റ്റ് ചെയ്യാനുമാണ് ഇവർ ശ്രമിക്കുന്നത്. അത് ഈ കൊളോസൽ എന്നുള്ള സ്റ്റാച്യൂവിനെ വെച്ചിട്ടാണ് ഇവർ ഇങ്ങനെ കമ്പയർ ചെയ്തിരിക്കുന്നത് അച്ഛനെ. ഒരു സ്റ്റാച്യൂ പിന്നെ തകർന്നടിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റാച്യൂവിനെ എങ്ങനെയാണോ ഒരു ആൾ മനസ്സിലാക്കി എടുക്കുന്നത്, അതായത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത്, അതുപോലെയാണ് അച്ഛനെ മനസ്സിലാക്കി എടുക്കാൻ ആഫ്റ്റർ ഹിസ് ഡെത്ത് സിൽവിയ പ്ലാത്ത് ഈ ഒരു പോയത്തിനകത്തൂടെ ശ്രമിച്ചിരിക്കുന്നത്. ആൻഡ് ഡു ദേ നോ ദേ ആർ റൂൾഡ് ദീസ് ടു വൈ മൈ ഫാദർ ആൻഡ് മൈ മദർ ഹൂസ് ഫയർ ഫ്രം വിച്ച് ഐ കെയിം ഹാസ് നൗ ഗ്രോൺ കോൾഡ്. ഈ ലൈൻസ് റിഫ്ലക്റ്റ് ചെയ്യുന്ന സ്പീക്കറിൻ്റെ റിയലൈസേഷനാണ്. അച്ഛനും, അതായത് പേരൻസ് ഏജ്ഡ് ആവുന്നു എന്നും പാഷൻ ഫെയ്ഡഡ് ആവുന്നു എന്നും അവർ തമ്മിലുള്ള ആ ഒരു പാഷൻ ഉണ്ടല്ലോ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇപ്പോഴെന്നും ഒക്കെ ഈ ഒരു ഇതിനകത്തൂടെ മനസ്സിലാക്കുകയാണ് ഈ പോയിട്ട്. ഇനി ദ റൈസിംഗ് ഓഫ് ദ മൂണിനകത്തെ സിംബലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐറിഷ് നാഷണലിസത്തിനെയും പിന്നെ ആ ഐറിഷ് റവല്യൂഷനെയൊക്കെ കുറിച്ചാണ് ഇതിനകത്ത് സംസാരിക്കുന്നത്.
പിന്നെ അതുപോലെ തന്നെ മൂൺ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബാലറ്റ് സിംഗറും നമ്മുടെ സർജൻറ്റും തമ്മിലുള്ള ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ചും, അതുപോലെ തന്നെ ഡ്യൂട്ടിയും പേട്രിയോട്ടിസവും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിനെ അല്ലെങ്കിൽ ടെൻഷനെയൊക്കെയാണ് ഈ മൂൺ സിംബലൈസ് ചെയ്യുന്നത്. പിന്നെ അറോറ ബോംബസിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഹൗ ഹി ലൈ ടു ഹർ ഹസ്ബൻഡിനകത്ത് ഒരു റൊമാൻറ്റിക് സംവാട്ട് നൈവ് വുമണാണ്, ഇന്നസെൻ്റ് ആയിട്ടുള്ള സ്ത്രീയാണ്, ഒരു ലവ് ട്രയാങ്കിളിൽ പെട്ടുപോയവരാണ്. ക്യാരക്ടർ സെറ്ററൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെലോ ഡ്രമാറ്റിക് ഹീറോയിൻസിനെയാണ് സെറ്ററൈസ് ചെയ്യുന്നത് റൊമാൻറ്റിക് ലിറ്ററേച്ചറിലുള്ള. അപ്പോൾ സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻസും റൊമാൻറ്റിക് ഐഡിയൽസും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് ഇതിനകത്ത് ഇവർ സംസാരിക്കുന്നത്. പിന്നെ ഈസ്റ്റേൺ 1916 എന്നുള്ള പോയത്തിനകത്ത് മോഡേണിസത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഈ ഈസ്റ്റേൺ 1916 ഒരു ഫ്രാഗ്മെൻറ്റഡ് നറേറ്റീവാണ്. പൊളിറ്റിക്കൽ ഡിസൊല്യൂഷനെ കുറിച്ചാണ് ഈ പോം സംസാരിക്കുന്നത്. ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സബ്ജക്റ്റീവായിട്ടുള്ള തോട്ട്സിനാണ് ഇത് ഫോക്കസ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ജെയിംസ് ജോയ്സ് ദ മെനാലിറ്റി ഓഫ് മോഡേൺ ലൈഫിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മോഡേൺ ലൈഫിനെ മൊണോട്ടണസ് ആയിട്ടും സ്പിരിച്വലി ഒരു ഡെഡായിട്ടുള്ള ലൈഫാണെന്നും നമ്മുടെ ഡെയിലി റൂട്ടീൻസിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡെപ്പിക്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിൻ്റെ ആ ഒരു ഡിസ്കണക്ഷൻ, അവരുടെ ഒരു ട്രാപ്പ് ഫീലിംഗ്, ഇതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. ഇനി ഡെത്തിനെ കുറിച്ച് വിൽഫ്രഡ് അവൻ എങ്ങനെയാണ് ഇതിൻ്റെ പോയതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഡെത്തിനെ ട്രാജിക്കായിട്ടും വാറിൽ നിന്ന് വരുന്ന ഒരു സെൻസ്ലെസ് ആയിട്ടുള്ള ഔട്ട്കമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് അത് ഫ്യൂട്ടൈലാണെന്ന്, അതായത് ഇത് യൂസ്ലെസ് ആണെന്നും യങ് ലൈഫ് വെറുതെ വേസ്റ്റായി പോവുകയാണ് വാറിലൂടെന്നും ഒക്കെ വളരെ വിവിഡായിട്ടുള്ള ഇമേജറിയിലൂടെയും നല്ല പോയിഗ്നൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജിലൂടെയാണ് പറഞ്ഞു പോയേക്കുന്നത്. ദ ബ്രിഡ്ജ് എന്നുള്ള പോയത്തിനകത്ത് എൻഡിങ് എങ്ങനെയാണ്? കാഫ്കയുടെ ബ്രിഡ്ജിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് വളരെ അബ്രപ്റ്റാണ്, സഡനാണ്, ട്രാജിക്കാണ്. ഐഡൻറ്റിറ്റിയുടെ കൊളാപ്സും ആ ഫെയിലർ, അതായത് സെൽഫ് സാക്രിഫൈസ് ചെയ്തതിൻ്റെ ആ ഒരു ഫെയിലറിൻ്റെ ഇന്നവിറ്റബിലിറ്റിയെക്കുറിച്ചും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ റൂം ഓഫ് വൺസോണിനകത്ത് മേജർ തീം എന്താണെന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം സ്ത്രീകൾക്ക്, പേഴ്സണൽ സ്പേസ് വേണം സ്ത്രീകൾക്ക് ലിറ്ററേച്ചർ ക്രിയേറ്റ് ചെയ്യാൻ. പിന്നെന്താണ്, സൊസൈറ്റിയൽ സ്ട്രക്ചേഴ്സ് എപ്പോഴും സ്ത്രീകൾക്ക് എല്ലാ കാര്യങ്ങളും ഡിനൈ ചെയ്തിട്ടേ ഉള്ളൂ. അവരുടെ ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിലും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണെങ്കിൽ പോലും എല്ലാം ഹിൻഡർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ സ്ത്രീക്ക് സ്വന്തമായിട്ട് പൈസയും വേണം, റൂമും വേണം, എന്നാലേ അവർക്ക് ഫിക്ഷനും ഒക്കെ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജെൻഡർ, എക്കണോമിക്സ്, ക്രിയേറ്റിവിറ്റി തമ്മിലുള്ള ഇൻ്റർസെക്ഷനാണ് ഈ എസ്ഐക്കകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ഇനി ഈസ്റ്റർ 1916 എന്നുള്ള വർക്കിനകത്തുള്ള ഡെത്തിനെ കുറിച്ചുള്ള കോൺസെപ്റ്റും മോർണിംഗും MOURNING അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡിനറി ഇൻഡിവിജ്വൽസാണ് മാർട്ടിയേഴ്സായിട്ട് മാറിയത് ആ ഒരു റിബല്യന് ശേഷം. ഇപ്പോൾ പോയം റിഫ്ലക്റ്റ് ചെയ്യുന്ന ഈ ആളുകളുടെ പേഴ്സണൽ ആൻഡ് കളക്റ്റീവായിട്ടുള്ള അവരുടെ മരണത്തിന് ശേഷമുള്ള പോയറ്റിൻ്റെ പേഴ്സണലായിട്ടുള്ള തോട്ട്സും കളക്റ്റീവായിട്ടുള്ള തോട്ട്സുമാണ് പറഞ്ഞു പോയേക്കുന്നത്. അതായത് അവരുടെ സാക്രിഫൈസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നും പക്ഷേ അവരുടെ ആ പൊളിറ്റിക്കൽ അവരെന്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ വയലൻസിലോട്ട് പോയതെന്നും, കാരണം അവർക്ക് ആ വയലൻസ് നേരിടേണ്ടി വന്നപ്പോൾ അവരുടെ ലൈഫ് തന്നെ അവർക്ക് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അത് അഡ്മിറേഷനും ഉണ്ട്, എന്നാൽ വിഷമവും ഉണ്ട്. അതാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. നെക്സ്റ്റ് മൂവ്മെൻറ്റ് പോയട്രിയുടെ ഫീച്ചേഴ്സാണ്. മൂവ്മെൻറ്റ് പോയട്രി ബ്രിട്ടനിൽ 1950s വന്നത്. മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേണിസ്റ്റ് കോംപ്ലക്സിറ്റി, റൊമാൻറ്റിക് ഐഡിയലിസം പോലെയുള്ള കാര്യങ്ങൾക്ക് റിയാക്ഷനായിട്ട് വന്നതാണ്. ക്ലാരിറ്റി ഓഫ് എക്സ്പ്രഷൻ, ഫോർമൽ സ്ട്രക്ചർ, ട്രഡീഷണൽ ആയിട്ടുള്ള മീറ്റർ, ആൻറ്റി റൊമാൻസ് സ്റ്റാൻസ് ആയിരുന്നു അവരുടെ പ്രത്യേകത. ഫിലിപ്പ് ലാർക്കിൻ, കിങ്സ്ലി ആമിസ്, തോം ഗൺ ഇവരൊക്കെ ഓർഡിനറി ലൈഫ്, സ്കെപ്റ്റിസിസം, റിസ്ട്രെയിൻഡ് ഇമോഷൻസിനൊക്കെയാണ് ഫോക്കസ് കൊടുത്തത്. അവരുടെ ടോണെന്ന് പറയുന്നത് ഒന്നുകിൽ ഐറോണിക് അല്ലെങ്കിൽ ഡിറ്റാച്ച്ഡ് ആയിരിക്കും. റിയലിസത്തിനായിരിക്കും ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മൂവ്മെൻറ്റ് പോയറ്റ്സ് എക്സ്പെരിമെൻ്റലിസം പോലെയുള്ള കാര്യങ്ങളെ റിജക്റ്റ് ചെയ്ത് റാഷണൽ തോട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇംഗ്ലീഷ് സൊസൈറ്റിയെ പോർട്രേ ചെയ്തിരുന്നത് കുറച്ച് വളരെ സറ്റിലായിട്ടുള്ള സറ്ററൈസ് ചെയ്തിട്ടായിരുന്നു. അവരുടെ സ്റ്റൈല് വളരെ എക്കണോമിക്കലാണ്. ഈ വളരെ ഫ്ലംബോയിൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒന്നും യൂസ് ചെയ്യത്തില്ല. പേഴ്സണൽ എക്സ്പീരിയൻസിന് എംഫസൈസ് കൊടുക്കുമായിരുന്നു. ഇവരുടെ റിയാലിറ്റിക്കും ഫോക്കസ് കൊടുക്കുമായിരുന്നു. യു വിൽ ഗെറ്റ് യുവർ റിവാർഡ് ഇൻ ഹെവൻ ഇൻ ദ റൈസിങ് ഓഫ് ദ മൂൺ എന്നുള്ള ലൈനിൻ്റെ മീനിങ് എന്താണ്? യു വിൽ ഗെറ്റ് യുവർ റിവാർഡ് ഇൻ ഹെവൻ. അത് ബാലഡ് സിംഗർ സർജൻറ്റിൻ്റെ അടുത്ത് പറയുവാണ്. ദ റൈസിങ് ഓഫ് ദ മൂൺ എന്നുള്ള വർക്ക് പ്ലേ ബൈ ലേഡി ഗ്രിഗറി. മോറൽ ആൻഡ് ഇമോഷണൽ സ്ട്രഗിൾ വിത്തിൻ ദ സർജൻറ്റിനെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് അയാൾ ഈ റിബലിനെ എസ്കേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പോകാൻ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ റിബൽ പറയുവാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിവാർഡ് ഹെവനിൽ കിട്ടുമെന്ന്. അപ്പോൾ ലൈൻ ഇംപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ സർജൻറ്റിന് ചിലപ്പോൾ പ്രൈസ് അല്ലെങ്കിൽ റെക്കഗ്നീഷൻ ഫിസിക്കൽ വേൾഡിൽ കിട്ടുകയില്ലെങ്കിലും ബാക്കി എല്ലാ നന്മകളും അയാൾക്ക് സ്പിരിച്വലായിട്ട് ഹെവനിൽ കിട്ടും എന്നുള്ളതാണ്
മീനിങ്. ഇപ്പോൾ പേട്രിയോട്ടിസം മനസാക്ഷി, അതായത് കോൺഷ്യൻസ്, അതുപോലെ തന്നെ ഇന്നർ ട്രാൻസ്ഫോർമേഷനാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. കമൻറ്റ് ഓൺ ദ നറേറ്റീവ് സ്റ്റൈൽ യൂസ്ഡ് ബൈ ജെയിംസ് ജോയ്സ്. ജെയിംസ് ജോയ്സ് വളരെ ഇന്നോവേറ്റീവായിട്ടും എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള നറേറ്റീവ് സ്റ്റൈലാണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സും ഇൻറ്റീരിയർ മോണോലോഗ് ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ക്യാരക്ടേഴ്സിൻ്റെ ഇന്നർ തോട്ട്സും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. ജെയിംസ് ജോയ്സ് ലാംഗ്വേജ് ലെയേർഡ് ആയിട്ടും സിംബോളിക് ആയിട്ടും ഓഫൺ നോൺ ലീനിയർ ഒക്കെ ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. എസ്പെഷ്യലി യുലീസസ് എന്നുള്ള വർക്കിനകത്തൊക്കെ നറേറ്റീവ് എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നല്ല എന്താണ് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവിലായിരിക്കും കഥകൾ പറഞ്ഞു പോകുന്നത്. മിത്തും റിയാലിറ്റിയും തമ്മിൽ ബ്ലെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റോറി ടെല്ലിങ്ങിനെ ഫ്രാഗ്മെൻറ്റഡ് ആക്കി മാറ്റുന്നു. ഒരുപാട് പൺ യൂസേജസ് ഉണ്ട്. പിന്നെ ടെൻസിനെ ഷിഫ്റ്റ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റീഡേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ആക്റ്റീവായിട്ട് എൻഗേജ്മെൻറ്റ് ഉണ്ടെങ്കിലേ വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇനി ഈസ്റ്റർ 1916 സ്റ്റോൺ എന്നുള്ള ഇമേജ് എന്തിനെ സിംബലൈസ് ചെയ്യുന്നു? സ്റ്റോൺ ഈ ആളുകളുടെ പെർമനൻസിനെ അല്ലെങ്കിൽ അവരുടെ ആ ഡിറ്റർമിനേഷനെ, സാക്രിഫൈസിനെയാണ് കാണിക്കുന്നത് ഈ ഐറിഷ് റവല്യൂഷണറീസിൻ്റെ. അത് ഈ സ്റ്റോൺ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു റിവറിൻ്റെ തൊട്ട് നടുക്കാണ്. അപ്പോൾ ആ റിവർ എന്ന് പറയുന്നത് എവർ ചേഞ്ചിങ് ആണ്. ആ ഒരു നേച്ചറിൻ്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഫ്ലൂയിഡ് ആ ഒരു ചേഞ്ചിങ് ഇതിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ലൈഫ് അറൗണ്ട് ദ സ്റ്റോൺ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്റ്റോൺ ഫിക്സഡ് ആയിട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റോൺ പറയുന്നതെന്ന് വെച്ചാൽ റിബൽസിൻ്റെ കമ്മിറ്റ്മെൻറ്റിനെയാണ് കാണിക്കുന്നത്. ഒരിക്കലും മാറ്റമില്ലാത്ത കമ്മിറ്റ്മെൻറ്റ്, അതായത് അയർലൻഡിന് വേണ്ടി പോരാടുക. പക്ഷേ അതുപോലെ തന്നെ ഈ സ്റ്റോൺ ബേർഡൻ അല്ലെങ്കിൽ വെയിറ്റിനെയും കാണിക്കുന്നു. അതായത് ഇവരുടെ ആ ഒരു ഡെഡിക്കേഷൻ അതിനെയും കാണിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് ഈ മരിച്ചുപോയ റിബൽസിനെ അവരെ അഡ്മയറും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ ചെയ്ത് അവരുടെ ജീവൻ കൊടുത്ത് അങ്ങനെ ചെയ്യണമായിരുന്നോ എന്നുള്ള കാര്യത്തിൽ നമ്മുടെ പോയിട്ട് അൺസർട്ടനുമാണ്. ഓക്കെ. ഇനി ഫ്യൂട്ടിലിറ്റി എന്നുള്ള വർക്കിനകത്ത്, വിൽഫ്രഡ് അവൻ്റെ വർക്കിനകത്ത് ഇമേജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജെൻറ്റിലായിട്ടുള്ള ഇമേജസ് ഒക്കെയാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സോൾജിയറിൻ്റെ ഡെത്ത് ഇൻ വോർ അതിൻ്റെ ട്രാജഡിയെ കൺവേ ചെയ്യാനൊക്കെ കുറച്ച് ജെൻറ്റിലായിട്ടുള്ള ഇമേജസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പോം തുടങ്ങുന്നതെന്ന് വെച്ചാൽ സൺലൈറ്റിൻ്റെ സോഫ്റ്റ് ഇമേജ് കൊണ്ടാണ്. അപ്പോൾ അവിടെ വോംത്ത്, ലൈഫ് ആൻഡ് ഹോപ്പിനെ കാണിക്കുന്നു. പക്ഷേ സൺ എന്താണ്, ഈ ഡെഡ് സോൾജറിനെ തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഫെയിലിയറാണ് അല്ലേ. അപ്പോൾ അത് പിന്നെ വിഷമത്തിലോട്ട് കൊണ്ടുപോവാണ്. പിന്നെ അഗ്രികൾച്ചറൽ ഇമേജസ് ഉണ്ട് ഇതിനകത്ത്. ഫീൽഡിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സണ്ണിനെ ഓൾഡ് സൺ എന്ന് പറയുന്നുണ്ട്. ഓൾഡ് സൺ എന്ന് പറയുന്നത് വേറൊന്നുമില്ല, വാറിൻ്റെ ആ ഒരു റിയാലിറ്റിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ലൈഫിനെ കുറിച്ചും ക്രിയേഷനെ കുറിച്ചും ഒക്കെ അവസാനം ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. വാർ വെറും യൂസ്ലെസ് ആണ് അല്ലെങ്കിൽ ഫ്യൂട്ടൈലാണെന്നും പറയുന്നുണ്ട്. മറീന എന്നുള്ള വർക്കിനകത്ത് ഈ പെരിക്കിൾസ് എന്നുള്ള പ്ലേക്കകത്ത് ഒരു സീനിനെ കുറിച്ച് പറയുന്നുണ്ട്. T.S. Eliotൻ്റെ മെറീന എന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ പെരിക്കിൾസ്, അതായത് പ്രിൻസ് ഓഫ് ടയർ എന്നുള്ള പ്ലേക്കകത്ത് ഒരു റെക്കഗ്നീഷൻ സീനിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് എഴുതിയതാണ്. അതായത് പെരിക്കിൾസ് ശരിക്കും പറഞ്ഞാൽ അയാളുടെ ലോസ്റ്റ് ഡോട്ടറായിട്ടുള്ള മെറീനയുമായിട്ട് റീയുണൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യമാണ് നമ്മുടെ റൈറ്റർ T.S. Eliot ഈ മെറീന എന്നുള്ള പോയത്തിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ഈ ഒരു മൊമെൻ്റ് ഓഫ് റെക്കഗ്നീഷൻ ഉണ്ടല്ലോ, അച്ഛൻ മകളെ നഷ്ടപ്പെട്ടു പോയ മോളെ റിക്കഗ്നൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അച്ഛനും മകളെ റീയുണൈറ്റ് ചെയ്യുന്നത്, അത് സ്പിരിച്വൽ റീബർത്തിനെ അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ളൊരു കണക്ഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ പോം എക്സ്പ്രസ് ചെയ്യുന്നത് റിന്യൂവൽ, ലോസ്റ്റ് ഇന്നസെൻസ്, ആ ലവിൻ്റെ ആ ഒരു പവർ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ക്ലാസിക്കൽ അല്യൂഷനും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ ബ്ലെൻഡ് ചെയ്തിട്ടാണ് എഴുതി പോയേക്കുന്നത്. പിന്നെ ആൻ ഫ്രാങ്കിൻ്റെ എസ്സേസിനെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ഡയറി ഓഫ് യങ് ഗേളിനകത്ത് ആൻ ഫ്രാങ്ക് പറയുന്ന സെവറൽ എസ്സേസ് എഴുതിയിട്ടുണ്ട്. അവളുടെ ആ ഇൻ്റലക്ച്വൽ ക്യൂരിയോസിറ്റി, ഇമോഷണൽ മെച്യൂരിറ്റിയൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ചാരിറ്റിയെക്കുറിച്ച്, ജനറോസിറ്റിയെക്കുറിച്ച്, മോഡേൺ ഗേളിനെക്കുറിച്ച്, ജെൻഡർ റോൾസിനെക്കുറിച്ച്, സൊസൈറ്റിയെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് പേഴ്സണൽ ഗ്രോത്തിൻ്റെ ആ ഒരു കാര്യം, അതുപോലെ തന്നെ റൈറ്ററായിട്ട് മാറണം എന്നുള്ള ആഗ്രഹം, ഇതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ വാറിനെക്കുറിച്ചും ഒക്കെ ഈ കുട്ടി വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചൊരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആൻ ഫ്രാങ്കിന് ഉണ്ടായിരുന്നു. ഇനി വിർജീനിയ വുൾഫിൻ്റെ മൈൻഡ് ഓഫ് ദി ആർട്ടിസ്റ്റ് എന്താണ്? മൈൻഡ് ഓഫ് ദി ആർട്ടിസ്റ്റ് അക്കോർഡിംഗ് ടു വിർജീനിയ വുൾഫ് മൈറ്റ് ബി ഇൻകാൻഡസൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഒബ്സ്റ്റക്കിളും ഉണ്ടാവരുത്, ഒരു ഫോറിൻ മാറ്ററിനെയും അൺകൺസ്യൂം ചെയ്യാതെ വിടരുത് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ഇവിടെ മെറ്റഫർ ഓഫ് ഇൻകാൻഡസൻ്റ് എന്നാണ് മൈൻഡിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അതായത് ആർട്ടിസ്റ്റിൻ്റെ എബിലിറ്റി നമുക്കിപ്പോൾ ഉണ്ടാകുന്ന പേഴ്സണലായിട്ടുള്ള വിഷമങ്ങൾ, നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന മൊമെൻറ്റ്സിനെയൊക്കെ എങ്ങനെയെങ്കിലും ട്രാൻസെൻഡ് ചെയ്ത് മറ്റൊരു കാര്യമാക്കി മാറ്റാൻ ആർട്ടിസ്റ്റിന് സാധിക്കണം. ട്രൂ ക്രിയേറ്റിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇമോഷണൽ പ്യൂരിറ്റി, ഇമാജിനേറ്റീവ് ഫ്രീഡം ഉണ്ടായിരിക്കണം. ഒരു ഒബ്സ്റ്റക്കിളും പാടില്ല. അതായത് ആങ്കറോ, പ്രജുഡിസോ, ബിറ്റർനെസ്സോ ഒന്നും പാടില്ല ആർക്ക്, എഴുതുന്ന ആളുകൾക്ക്.
അപ്പോൾ ജെൻഡർ ഡിസ്ക്രിമിനേഷനോ ഒന്നും പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആർട്ടിനെ ട്രാൻസ്ഫോം ചെയ്യണം എന്നുള്ള രീതിയിലാണ്, അല്ലാതെ ഡോമിനേറ്റ് ചെയ്യരുത്, അല്ലാതെ എഴുത്തുകാരെ റെസ്ട്രിക്റ്റ് ചെയ്യരുതെന്നാണ് ഇവർ പറഞ്ഞു പോയേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡേണിസ്റ്റ് ലിറ്ററേച്ചറിൻ്റെ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? 19th and 20th സെഞ്ച്വറിയിലാണ് ഇത് വന്നത്. ഈ ഇൻഡസ്ട്രിയലൈസേഷൻ, World War I, ട്രഡീഷണൽ ആയിട്ടുള്ള സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് സ്ട്രക്ചേഴ്സൊക്കെ ബ്രേക്ക് ഡൗൺ ആയപ്പോഴാണ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ കുറച്ചും കൂടി ക്ലച്ച് പിടിച്ചത്. അപ്പോൾ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഈ എസ്റ്റാബ്ലിഷ്ഡ് നോംസ് അല്ലെങ്കിൽ റൂൾസിനെതിരെയാണ് ഇത് വന്നത്. ഫോമിലെല്ലാം എക്സ്പെരിമെൻറ്റേഷൻസ് കൊണ്ടുവന്നു. ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ്സിന് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പെർസെപ്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയത്. പ്രൈമറി ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് ടെക്നിക്കാണ്. മൈൻഡിൻ്റെ ഇന്നർ വർക്ക്സിനെ കുറിച്ച് റൈറ്റേഴ്സും കൂടി ഇൻവോൾവ് ആയിട്ട് എഴുതാൻ തുടങ്ങി. ഈ ടെക്നിക്ക് വിർജീനിയ വൂൾഫ്, ജെയിംസ് ജോയ്സ് അവരുടെ ക്യാരക്ടേഴ്സിലൂടെയൊക്കെ പറയാൻ തുടങ്ങി. അനദർ മേജർ ഫീച്ചർ എന്ന് വെച്ചാൽ ഫ്രാഗ്മെൻറ്റേഷനാണ്. എഴുതുന്നതിനകത്തുള്ള സ്ട്രക്ചറിലും നറേറ്റീവിലും ഒരു കൈൻഡ് ഓഫ് ഡിസ്ജോയിൻമെൻറ്റ്. അത് മോഡേൺ ലൈഫിനെ തന്നെ കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതുന്നത്. അപ്പോൾ മോഡേൺ ടെക്സ്റ്റിനാണെന്നുണ്ടെങ്കിൽ ഈ ലീനിയർ പ്ലോട്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ക്ലൈമാക്സ്, ആ സ്റ്റോറി അതൊന്നും കാണത്തില്ല. പിന്നെ അടുത്ത തീമെന്ന് വെച്ചാൽ ഏലിനേഷൻ അല്ലെങ്കിൽ ഐസൊലേഷനാണ്. ക്യാരക്ടേഴ്സ് ഈ ഒരു കയോട്ടിക് ആയിട്ടുള്ള വേൾഡിൽ മീനിങ് കണ്ടുപിടിക്കാൻ, അവരുടെ ലൈഫിലൊരു മീനിങ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന കണക്കാണ് കാണിക്കുന്നത്. വളരെ ഐറോണിക് ആയിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ടോണിലായിരിക്കും ഇത് എഴുതി പോകുന്നത്. റൊമാൻറ്റിസൈസ്ഡ് ആയിട്ടുള്ള പാസ്റ്റ് ഒന്നും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കത്തില്ല. പിന്നെ സിംബലിസമാണ് അടുത്ത റോളെന്ന് പറയുന്നത്, ഇമേജസും മോട്ടീവ്സും ഒക്കെ ഉള്ളത്. പിന്നെ ലാംഗ്വേജിൽ തന്നെ എക്സ്പെരിമെൻറ്റേഷൻസ് TSEയിൽ ടെസ്ട്രാ പൗണ്ട് നടത്തി. ഒരുപാട് ഡെൻസ് ആയിട്ടുള്ള ഇമേജറി, അല്യൂഷൻസ്, ഫോറിൻ ഫ്രേസസ് ഒക്കെ ഇവർ യൂസ് ചെയ്തു. പിന്നെ സബ്ജക്റ്റിവിറ്റി അല്ലെങ്കിൽ ട്രൂത്തിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് ഇൻഡിവിജ്വൽസിൻ്റെ. ഇപ്പോൾ മോഡേൺ ലിറ്ററേച്ചറിനകത്ത് ഫോർമൽ ഇന്നോവേഷൻ, സൈക്കോളജിക്കൽ ഡെപ്ത് ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എന്താണ് വിർജീനിയ വൂൾഫ് റെസ്പോണ്ട് ചെയ്തത്, അതായത് എന്തുകൊണ്ടാണ് വിർജീനിയ വൂൾഫ് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തത്? നോ വിമൻ കുഡ് ഈക്വൽ ദ ജീനിയസ് ഓഫ് ഷേക്സ്പിയർ എന്ന്. ഇപ്പോൾ റൂം ഓഫ് വൺസോണിനകത്ത് വിർജീനിയ വൂൾഫ് ചലഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് നോ വുമൺ കുഡ് ഹാവ് ഈക്വൽ ഷേക്സ്പിയർസ് ജീനസ് എന്നുള്ള ആ ഒരു ക്ലെയിമിനെ അവർ ചലഞ്ച് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അതായത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഷേക്സ്പിയറിന് ഇപ്പോൾ ഒരു ഫിക്ഷണലായിട്ട് ഒരു ഇമാജിനേറ്റീവായിട്ടൊരു സിസ്റ്റർ ഉണ്ടെന്നിരിക്കെ, ജൂഡിത്ത് എന്നാണ് ആ സിസ്റ്ററിൻ്റെ പേര്. ആ കുട്ടിക്കും ഈക്വലി ഷേക്സ്പിയറിൻ്റെ കണക്ക് തന്നെ ഗിഫ്റ്റഡ് റൈറ്ററാണെന്ന് വിചാരിക്കുക സിസ്റ്ററും. പക്ഷേ എഡ്യൂക്കേഷൻ ഒന്നും ഉണ്ട്. അപ്പം എന്തായിരിക്കും, അതൊരു സ്ത്രീ ആയതുകൊണ്ട് അല്ലെങ്കിൽ പെൺകുട്ടി ആയതുകൊണ്ട് അതിന് എഡ്യൂക്കേഷൻ കൊടുക്കത്തില്ല, അതിനെ റൈറ്റിങ്ങിൽ നിന്ന് ഡിസ്കറേജ് ചെയ്യും. അൾട്ടിമേറ്റ്ലി അതിനെ കല്യാണം കഴിപ്പിച്ച് വിട്ട് അതിൻ്റെ ജീവിതം എന്താവും, നരകതുല്യമാവും എന്നാണ് ഇവർ എന്ത് ചെയ്യുന്നത്. പിന്നെ എന്താണ് അവരിതാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷേക്സ്പിയർ ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ ഷേക്സ്പിയറിൻ്റെ അത്രയും ലിറ്റററി ടാലൻറ്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ടാലൻറ്റ് ആ പെൺകുട്ടിക്കും ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ ഫ്രീഡം ആ കുട്ടിക്ക് കിട്ടത്തില്ലായിരുന്നെന്നാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റീസും ഒന്നും കാണത്തില്ല. അവളുടെ ക്രിയേറ്റിവിറ്റിയെ ഈ സൊസൈറ്റി ഒപ്രസ് ചെയ്തേനെ അല്ലെങ്കിൽ ക്രഷ് ചെയ്തേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ബോത്ത് അനലിറ്റിക്കൽ ആൻഡ് ഇമാജിനേറ്റീവ് ആയിട്ടാണ് ഇവർ പറയുന്നത്. അപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഫീമെയിൽ ആ സ്ത്രീ കുട്ടിയെ തന്നെ അതിൻ്റെ എക്സിസ്റ്റൻസിനെ തന്നെ ഡിനൈ ചെയ്തേനെ എന്നാണ്, സപ്രസ് ചെയ്തേനെ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകളെ എഡ്യൂക്കേഷനിൽ നിന്നും എക്കണോമിക് ഇൻഡിപെൻഡൻസിൽ നിന്നും എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഡൊമസ്റ്റിക് റോൾസ് അവരുടെ പുറത്ത് ഇമ്പോസ് ചെയ്ത് കൊടുക്കുന്നു. അവർക്കൊരു റൂം ഓഫ് വൺ സോൺ ഇല്ല. അതായത് അവർക്കൊരു ഫിസിക്കൽ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള സ്പേസ് അവർക്ക് ഇല്ല ആർട്ടിസ്റ്റിക് ക്രിയേഷന് വേണ്ടി. അതിനെ കളിയാക്കിക്കൊണ്ടാണ് ഇതിനകത്ത് ഇവർ പറഞ്ഞു പോയേക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ലയൺ ആൻഡ് ദ ജുവലിനകത്ത് അലിഗോറിക്കൽ ഡയമെൻഷൻസിനെ കുറിച്ച്. ലയൺ ആൻഡ് ദ ജുവലിനകത്ത് ഒരുപാട് അലിഗറി യൂസ് ചെയ്തിട്ടുണ്ട്. ക്യാരക്ടേഴ്സ് ആണെങ്കിലും സിറ്റുവേഷൻസ് ആണെങ്കിലും നമ്മൾ ആദ്യം കാണുന്ന ലെയർ അല്ല, അത് ഒരുപാട് ഡീപ്പർ മീനിങ്സ് അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ട്രഡീഷൻ, മോഡേണിറ്റി, ജെൻഡർ റോൾസ്, കൊളോണിയൽ ഇൻഫ്ലുവൻസ്, പിന്നെന്താണ് ആഫ്രിക്കയിലെ പോസ്റ്റ് കൊളോണിയൽ ആഫ്രിക്കയിലെ ആ ഒരു ജനറേഷണൽ കോൺഫ്ലിക്റ്റ്, ഓരോ ജനറേഷൻസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. അപ്പോൾ ക്യാരക്ടേഴ്സ് എല്ലാം സിംബോളിക്കാണ്. ബറോക്ക ദ ലയൺ എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ആഫ്രിക്കൻ വാല്യൂസിനെയും വിസ്റ്റത്തിനെയും കണ്ണിങ് ആയിട്ടുള്ള ഇതിനെയും ഒക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അവരുടെ ആ പഴയ കൾച്ചറൽ ഹെറിറ്റേജിനെ. ഡെസ്പൈറ്റ് ചേഞ്ച് എന്താണ്, അയാൾ പവർഫുള്ളാണ്, പെർസ്വേസീവാണ് അല്ലേ. ലഗുല്ല എന്ന് പറഞ്ഞൊരു സ്കൂൾ ടീച്ചറാണ്. അയാളൊരു സെൽഫ് പ്രൊക്ലെയിംഡ് മോഡേണിസ്റ്റാണ്. അയാൾ വെസ്റ്റേൺ ഐഡിയാസിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രസ് ഇക്വാളിറ്റിക്ക് വേണ്ടിയാണ് അയാൾ സപ്പോർട്ട് ചെയ്ത് നടക്കുന്നത്. പക്ഷേ അയാളൊരു ഫൂളാണ്. ആളുകളുടെ മുമ്പിലൊരു ഫൂള് പോലെയാണ് ഇയാൾ അപ്പിയർ ചെയ്യുന്നത്. സൊസൈറ്റിയിൽ നടക്കുന്ന റിയാലിറ്റിയിലൊന്നും ഇയാൾ വളരെ ഡിസ്കണക്റ്റഡ് ആയിട്ട് നിൽക്കുവാണ്. അതായത് ഇയാൾ ബ്ലൈൻഡ്ലി എന്ത് ചെയ്യുവാണ്, ആ കൊളോണിയൽ മെൻറ്റാലിറ്റി ഇമിറ്റേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് നേറ്റീവ് ട്രഡീഷനെ എല്ലാം റിജക്റ്റ് ചെയ്യുന്നു വിത്തൗട്ട് ട്രൂലി അണ്ടർസ്റ്റാൻഡിങ് ദം. അതാണ് അയാൾ അവിടെ ഫെയിൽ ആയി പോകാനുള്ള കാരണം. സിഡി എന്ന് പറയുന്നത് ജുവലാണ്. അതെന്ത് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടി, യൂത്തിനെ, ഫ്യൂച്ചർ ഓഫ് ദ വില്ലേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അവരുടെ റോളെന്ന് പറയുന്നത് ബറോക്കയും ലഗുല്ലയും തമ്മിലുള്ള ആ ഒരു സ്ട്രഗിളിന് ഇവരാണ് ഇതാക്കുന്നത് അല്ലേ.
ആ ഓൾഡ് കസ്റ്റവും മോഡേൺ ആസ്പിറേഷനും തമ്മിലുള്ള സ്ട്രഗിളിനെയാണ് ഈ കുട്ടി കാണിക്കുന്നത്. അവസാനം ഇവരാരെയാണ് ചൂസ് ചെയ്യുന്നത്? ബെറോക്കയാണ് ചൂസ് ചെയ്യുന്നത്, ലഗുലിനെയല്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ട്രഡീഷൻ ഫ്ലോഡ് ആണെങ്കിൽ പോലും നമ്മൾ ആരും എന്ത് ചെയ്യരുത്, ആ പ്രോഗ്രസിൻ്റെ പേരിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യരുതെന്നാണ് ഈ ഒരു പ്ലേക്കകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള യൊറൂബ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ്, ഡാൻസ്, മ്യൂസിക്, മൈം, ഇതൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ലഗുലിനെയാണെങ്കിൽ വെസ്റ്റേൺ ഫോം ഓഫ് എഡ്യൂക്കേഷണൽ നെറേറ്റീവാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കോൺട്രാസ്റ്റ് എല്ലാം നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. ഒരു പോസ്റ്റ് കൊളോണിയൽ ഐഡൻറ്റിറ്റി ക്രൈസിസാണ് ലയൺ ആൻഡ് ദ ജുവലിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രഡീഷനും മോഡേണിറ്റി തമ്മിലൊരു കോൺഫ്ലിക്റ്റും കാണാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ റൈസിങ് ഓഫ് ദ മൂണിനകത്ത് ബാലഡ് മാൻ ആരാണ്? ബാലഡ് മാൻ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അയാൾ വേഷം മാറി വന്ന ഒരു പൊളിറ്റിക്കൽ റിബലാണ്. അയാൾ നാഷണലിസ്റ്റ് സോങ്സ് ആണ് ഈ സെർജിയൻറ്റിൻ്റെ അടുത്ത് പാടുന്നത്. അതായത് സെർജിയൻറ്റ് ഒരു ഐറിഷ് ആണെങ്കിലും അയാൾ വർക്ക് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയാണ്. അപ്പോൾ സെർജൻറ്റിൻ്റെ മനസാക്ഷിയെ ഒന്ന് കുലുക്കാൻ വേണ്ടിയാണ്, അയാളുടെ ലോയൽറ്റിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇയാൾ ഈ പാട്ടൊക്കെ പാടി സെർജൻറ്റ് അടുത്ത് കൂടുന്നത്. അവസാനം അയാളുടെ പ്ലാൻ പോലെ തന്നെ സെർജൻറ്റ് ഇയാളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഐറിഷ് സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസും മ്യൂസിക്കും മെമ്മറിയും വെച്ചിട്ട് സെർജൻറ്റിൻ്റെ പേട്രിയോട്ടിസത്തിനെ എങ്ങനെ അവേക്കൻ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. ഇനി ദ വോർ ഇൻ ദി എയർ ആരാണ് എഴുതിയത്? H.G. വെൽസ് ആണ്. 1908 ഇത് എഴുതിയിരിക്കുന്നത്. ഒരു ഏർലി സയൻസ് ഫിക്ഷൻ നോവലാണ്. എയറിൽ നടക്കുന്ന അല്ലെങ്കിൽ ഏരിയൽ വാർഫെയറിനെ കുറിച്ചാണ് പറയുന്നത്, അതിൻ്റെ കറ്റാസ്ട്രോഫിക് കോൺസിക്വൻസസിനെ കുറിച്ചും. അപ്പോൾ റീഡേഴ്സിൻ്റെ അടുത്ത് വോൺ ചെയ്യുവാണ് ഫ്യൂച്ചറിൽ മിലിറ്ററി ടെക്നോളജിയുടെ ഡിസ്ട്രക്റ്റീവ് നേച്ചറിനെ കുറിച്ച്. ഹൗ ഹി ലൈക്ക് യുവർ ഹസ്ബൻഡിനകത്ത് വൈഫിൻ്റെ പേര് എന്താണ്? അത് ജോർജ് ബെർണാഡ് ഷോയുടെ പ്ലേ ആണ്. വൈഫിൻ്റെ പേര് അറോറ ബോംബസ് എന്നാണ്. അവർ ഒരു സീക്രട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഒരു യങ് പോയറ്റ് ആയിട്ടുള്ള ഹെൻറി ആയിട്ട്. അത് ഹ്യൂമറസ്ലി ഈ പ്ലേക്കകത്ത് എക്സ്പോസ് ചെയ്യുവാണ്. ഇനി എസ്ര പൗണ്ടിൻ്റെ പോയത്തിനകത്ത് ഇന്നർ സ്റ്റേഷൻ ഓഫ് ദ മെട്രോയ്ക്കകത്ത് പെറ്റൽസ് എന്താണ് റെഫർ ചെയ്യുന്നത്? ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു ക്രൗഡഡ് സ്റ്റേഷനിൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ മുഖം എന്ന് പറയുന്നത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ട്രെയിനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ സ്പീഡിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ മുഖം ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബ്യൂട്ടിയെക്കുറിച്ചും ആ ഒരു ചേഞ്ചിങ്, ആ ഒരു ട്രാൻസ്ഫോർമേഷനെ കുറിച്ചുമാണ് പറയുന്നത്. അതായത് അർബൻ ലൈഫ് എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫാണ്. അത് കോൺട്രാസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു നാച്ചുറൽ ഇമേജറി വെച്ചിട്ട് ഇമേജിസ്റ്റ് സ്റ്റൈൽ പറഞ്ഞു പോയേക്കുവാണ്. പിന്നെ ഗ്രറ്റയുടെ സ്ട്രേഞ്ച് മൂഡ് എന്താണ്? ദ ഡെഡ് എന്നുള്ളതിനകത്ത് ഗ്രറ്റയുടെ മൂഡ് മെലങ്കോളിക്കായിട്ട് മാറുവാണ് വെൻ ഷീ ഹിയേഴ്സ് എന്താണ് ആ ഒരു സോങ് കേൾക്കുന്നു, മൈക്കൽ ഫ്യൂറയെക്കുറിച്ചുള്ള സോങ്. ആ സോങ് കേൾക്കുമ്പോൾ എന്താണ് ആ മൈക്കൽ ഫ്യൂറയെക്കുറിച്ച് ഓർക്കുകയാണ്. മൈക്കൽ ഫ്യൂറെ ഗ്രറ്റയെ ഒരു അതായത് പണ്ടെങ്ങോ സ്നേഹിച്ചിരുന്നു. ആൻഡ് കുഞ്ഞിലെ തന്നെ, അതായത് യങ് ആയിട്ടിരുന്ന സമയത്ത് തന്നെ മരിച്ചു പോയിരുന്നു ഈ ആൺകുട്ടി. അപ്പോൾ ഈ മെമ്മറി ഇവളുടെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിരുന്നു ഡീപ്പായിട്ട്. അങ്ങനെ ഗബ്രിയേലിൻ്റെ ആ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ആൻഡ് മോർട്ടാലിറ്റിയൊക്കെ ഇതിനകത്തോടെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇവർക്ക് ഓർമ്മ വരികയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈസ്റ്റർ 1960 എന്നുള്ള പോം ഈറ്റ്സ് എഴുതിയത്? ഈ ഐറിഷ് നാഷണലിസ്റ്റ് ലീഡേഴ്സിൻ്റെ ആ ഒരു എക്സിക്യൂഷൻ ഉണ്ടല്ലോ ഈസ്റ്റർ റൈസിങ്ങിന് ശേഷമുള്ള, അത് കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് എഴുതിയത്. അവരുടെ സാക്രിഫൈസിനെ കുറിച്ചും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതിനകത്തൊരു ടേം ഉണ്ട്, എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ എന്നുള്ളത്, അത് മറന്നു പോരുത്. ഇനി ഫ്യൂട്ടിലിറ്റി എന്നുള്ള പോയതിനകത്ത് മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ലൈഫിൻ്റെ, അതായത് പേർപ്പസ് ഓഫ് ലൈഫ് ആൻഡ് വോർ, അതിനെ ക്വസ്റ്റ്യൻ ചെയ്യുവാണ്. അത് എന്തുമാത്രം യൂസ്ലെസ് ആണെന്നുള്ളത് പറയുവാണ് വോർ. ഒരു സോൾജിയറിൻ്റെ ഡെത്തിനെ മോൺ ചെയ്യുന്നു. ഇപ്പം അയാൾ പറയുന്നത്, നമ്മുടെ പോയിട്ട് പറയുന്നത് വെച്ചാൽ അയാളൊരു സൂര്യപ്രകാശത്തിൽ നിന്നാണ് ജനിച്ചത് അല്ലേ. സൂര്യപ്രകാശം കണ്ട് ജീവിക്കുന്നു, പക്ഷേ സൂര്യപ്രകാശത്തിൽ ഇപ്പോൾ മരിച്ചു കിടക്കുവാണ്. സൂര്യന് പോലും അയാളെ തിരികെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ആ ഒരു ഹെൽപ്ലെസ്നെസ്സും വോറിൻ്റെ ആ ഒരു ഡിസ്ട്രക്ഷനും ആ ഒരു വോറിൻ്റെ എന്ത് നേടി ഇയാൾ വോറ് കൊണ്ട് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ J.R.R. ടോൾക്കിൻ്റെ ഒരു ഫേമസ് വർക്ക് ഏതാണ്? ദ ലോർഡ് ഓഫ് ദ റിങ്സ് ആണ്. അതൊരു ഫാൻറ്റസി, എപ്പിക് ഫാൻറ്റസി ട്രിലജിയാണ്. 3 പാർട്സ് ഉണ്ട്. പവർ, ഹീറോയിസം ആൻഡ് സാക്രിഫൈസിനെ കുറിച്ചാണ് പറയുന്നത്. റിച്ച്ലി ഇമാജിൻഡ് ക്യാരക്ടേഴ്സാണ്. ഗുഡ് ആൻഡ് ഈവിൾ തമ്മിലുള്ള ബാറ്റിലും ഉണ്ട്. പിന്നെ ബ്രിഡ്ജിൻ്റെ താഴെ എന്താണ് കാഫ്കയുടെ സ്റ്റോറിക്കകത്ത് പറയുന്നത്? ബ്രിഡ്ജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേഴ്സോണിഫൈഡ് ബ്രിഡ്ജാണ്. അതൊരു അൺനോൺ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു കാര്യത്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്. ബ്രിഡ്ജ് കൊളാപ്സ്ഡ് ആകുമ്പോൾ എന്താണ് സെൽഫ് ഡിസ്ട്രക്റ്റഡ് ആയി, അല്ലെങ്കിൽ സെൽഫ് എന്തോ ഒരാളുടെ സെൽഫ് ഡിസ്ട്രോയ് ചെയ്തു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്ക് ഇതിനകത്തൂടെ തരുന്നത്. മെറീന എന്നുള്ള പോയതിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ലോസ്, സ്പിരിച്വൽ റീബർത്ത്, റീയൂണിയൻ. ഷേക്സ്പിയറിൻ്റെ പെരിക്കിൾസ് എന്നുള്ള പ്ലേക്കകത്തു നിന്നാണ് ഇത് ഇൻസ്പയർ ആയി ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
റൂം ഓഫ് അൺസോണിനകത്ത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞു പോയേക്കുന്നത് എന്നൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രഡീഷൻ ആൻഡ് മോഡേണിറ്റിയുടെ കോൺഫ്ലിക്റ്റ് എന്താണ് ലയൺ ആൻഡ് ജുവലിനകത്ത്, അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിന്നെ കുറേ ടേംസ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത്. അപ്പോൾ അത് ടേംസ് എന്ന് വെച്ചാൽ നമ്മുടെ സഫ്രജറ്റ് മൂവ്മെൻറ്റ് എന്താണ്, മോഡേണിസ്റ്റ് അല്ലെങ്കിൽ മോഡേണിസം എന്ന് പറഞ്ഞാൽ എന്താണ്, പിന്നെ റേസിസം എന്താണെന്ന് പിന്നെയും ചോദിച്ചിട്ടുണ്ട്. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ദ റൈസിംഗ് ഓഫ് ദ മൂൺ എന്നുള്ള പ്ലേക്കകത്ത് പൊളിറ്റിക്കൽ സക്സസിനെ കുറിച്ച് എങ്ങനെയാണ് ലേഡി ക്രിക്കറി പറയുന്നത്. ഒരു 1 ആക്ട് പ്ലേ ആണ് ദ റൈസിംഗ് ഓഫ് ദ മൂൺ. അതൊരു പൊളിറ്റിക്കൽ ഡ്രാമയാണ്. ഐറിഷ് നാഷണലിസത്തിനെ കുറിച്ചും കൊളോണിയൽ റൂളിനെ കുറിച്ചും ഈ ഇൻഡിവിജ്വൽസ് ഫേസ് ചെയ്യുന്ന ഡ്യൂട്ടിയും പേട്രിയോട്ടിസം ആണോ ഇൻഡിവിജ്വൽ ചൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അതൊരു മൂൺലിറ്റ്, അതായത് ഒരു രാത്രിയിൽ ഒരു ഷിപ്പിൻ്റെ ഡോക്കിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒരു പോലീസ് സർജൻറ്റും ഒരു പൊളിറ്റിക്കൽ റിബലും കൂടെ നിന്നുള്ള കോൺവെർസേഷനാണ് ഇതിനകത്ത് പറയുന്നത്. സർജൻറ്റ് ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെൻറ്റിനോട് ലോയലാണ്, പക്ഷേ അയാൾ ശരിക്കും അയർലൻഡുകാരനാണ്. അപ്പോൾ അയാൾ ഒരു എസ്കേപ്ഡ് ആയിട്ടുള്ള നാഷണലിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ റിബലിനെ, ഒരു അയർലൻഡുകാരനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ഒരു ബാലഡ് സിംഗർ ഒരു പാട്ട് പാടിക്കൊണ്ട് ഒരു സ്ട്രേഞ്ചർ വരുവാണ്. അയാളാണ് ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ട ആൾ. അയാളൊരു വേഷം മാറി വന്ന് നിൽക്കുകയാണ് ഒരു ബാലഡ് സിംഗറായിട്ട്. അയാളാണ് ശരിക്കുള്ള റിബൽ. അപ്പോൾ അയാളുടെ ഐറിഷ് ഹെറിറ്റേജിനെ കുറിച്ചും സോങ്സ് ഓഫ് റിബല്യൻ, അയാളുടെ ഫ്രീഡത്തിനെ കുറിച്ചുള്ള ഡ്രീംസിനെ കുറിച്ചൊക്കെ ഈ പോലീസുകാരനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പ്ലേ കുറച്ചും കൂടി ഇന്നർ കോൺഫ്ലിക്റ്റിലോട്ട് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരന് മനസ്സിലായി ഇയാൾ മറ്റേ റിബലാണെന്നും. പക്ഷേ ഇയാൾ അവസാനം മറ്റേയാളെ അങ്ങ് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. അപ്പോൾ ആ പേട്രിയോട്ടിസം ഡ്യൂട്ടി നമ്മളൊരു കോൺഫ്ലിക്റ്റ് പോലീസുകാരൻ്റെ മൈൻഡിൽ ഉണ്ടാക്കിയെടുത്തിട്ട് പോവുകയാണ്, മറ്റേയാൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നെ 20th സെഞ്ച്വറി പോയട്രിക്കകത്ത് ഈ 2 വേൾഡ് വാറിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഹോപ്പ്ലെസ്നെസ്സും ഇതൊക്കെ ഇതിനകത്ത് എങ്ങനെ വരുന്നു. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പോയംസ് എടുത്തിട്ട് അതിനകത്ത് നിന്ന് എങ്ങനെയാണ് ഓരോ തീമും പറഞ്ഞു പോയേക്കുന്നതെന്ന് വേണം പറയാൻ. അപ്പോൾ പറഞ്ഞു പോയേക്കുന്നത് നമുക്ക് ഇതൊക്കെ പറയാം. ഇപ്പം നമ്മൾ പഠിച്ച, അതായത് 20th സെഞ്ച്വറി ലിറ്ററേച്ചറിനകത്ത് നമ്മുടെ 20th സെഞ്ച്വറി ലിറ്ററേച്ചറിനകത്ത് ഈ 20th സെഞ്ച്വറി വേൾഡിനെ കുറിച്ച് പറഞ്ഞു അതിൻ്റെ കുറ്റങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയേക്കുന്ന പോംസ് എടുത്തിട്ട് വേണം നിങ്ങൾ, അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറീസോ പ്ലേയോ ഒക്കെ എടുത്തിട്ട് വേണം നിങ്ങൾ എഴുതാൻ. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം 2 വേൾഡ് വാർസിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്കറിയാം ഒരുപാട് ട്രോമ, എക്സിസ്റ്റൻഷ്യൽ ക്രൈസൊക്കെ ആളുകൾ ഫേസ് ചെയ്തു. അപ്പം പിന്നെ ഒരുപാട് റൈറ്റേഴ്സിൻ്റെ വർക്ക്സിനെ കുറിച്ച് എഴുതണം, ഫ്യൂട്ടിലിറ്റിയെക്കുറിച്ച് എഴുതാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ വേസ്റ്റ് ലാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. അത് പിന്നെ ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്, അതിനെക്കുറിച്ച് എഴുതാം. പിന്നെന്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോംസിനകത്ത് ഈ വേൾഡ് വാറിനെ കുറിച്ച്, ആളുകളുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസിനെ കുറിച്ച്, നമ്മുടെ കാഫ്കയുടെ വർക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതി പോവാം കേട്ടോ. അത് അപ്പം ജനറലായിട്ട് എഴുതണ്ടേ. അപ്പോൾ ഓരോ വർക്കിനെയും അനലൈസ് ചെയ്ത് എങ്ങനെയാണ് 20th സെഞ്ച്വറി വേൾഡിനെ കുറിച്ച് പറഞ്ഞു പോയേക്കുന്നതെന്ന് എഴുതണം. പിന്നെ ദ ബ്രിഡ്ജ് എന്നുള്ളത് ഒരു കാഫ്കയുടെ ഫിലോസഫി എന്താണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ മെറ്റാഫിസിക്കൽ അബ്സേർഡിസ്റ്റ് ഐഡിയാസാണ് പറഞ്ഞു പോയേക്കുന്നത്. ഒരു ബ്രിഡ്ജിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് ഈ സ്റ്റോറി പറഞ്ഞു പോയേക്കുന്നത്. ആ ബ്രിഡ്ജ് ഇങ്ങനെ സസ്പെൻഡഡ് ആയിട്ട് കിടക്കുവാണ്. ആ ബ്രിഡ്ജ് ഒരു കോൺഷ്യസ് ബീയിങ് ആയിട്ടാണ് ഇതിനകത്ത് പോർട്രേ ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ്, ഒരു പാസേജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ബ്രിഡ്ജിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്തൊരു പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ് ബ്രിഡ്ജിനെ, ഒരു ഹ്യൂമൻ കണ്ടീഷനിൽ പോലെയാണ് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ബ്രിഡ്ജ് എന്ന് വെച്ചാൽ ഒരാളിനെ പോലെ കമ്പയർ ചെയ്യുന്നു. കൺട്രോൾ ആൻഡ് സ്റ്റെബിലിറ്റിയിലാണ് ഇത് ജീവിക്കുന്നത്. പക്ഷേ ഒരു ട്രാവലർ പെട്ടെന്ന് അറൈവ് ചെയ്തു. അയാൾ സ്റ്റെപ്സ് എടുത്ത് വെച്ചപ്പോൾ ഈ ബ്രിഡ്ജ് ഷഡർ ആവാനും കൊളാപ്സ് ആവാനും തുടങ്ങി. അപ്പോൾ ബ്രിഡ്ജ് ഫോളോ ചെയ്തു ഒരു ഒരു ഓപ്പണിങ്ങിലോട്ട്. അത് ആ ഒരു പർപ്പസ്, ഐഡൻറ്റിറ്റി ആൻഡ് സ്ട്രക്ചറിൻ്റെ നഷ്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് തോട്ട്, ഹ്യൂമൻ സെർച്ച് എന്താണ്, ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യാണ്, ഈ ഒരു ഇൻഡിഫറൻറ്റ് വേൾഡിൽ മീനിങ്ങിന് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടക്കുവാണ്. പക്ഷേ അവരൊരു ട്രൂ റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ അത്രയും നാൾ കൺസ്ട്രക്റ്റ് ചെയ്തിരുന്ന അവരുടെ മൈൻഡ്, അവരുടെ തോട്ട്സ്, അവരുടെ സെൽഫ് ഇതെല്ലാം ഷാറ്റർ ആവുകയാണ്. ഇതൊക്കെയാണ് ഫിലോസഫിക്കൽ ഐഡിയാസ്. ഇതിനകത്ത് നീച്ചയുടെ ഐഡിയ ഓഫ് ഊബർ മെൻഷാണ് പറഞ്ഞു പോയേക്കുന്നത്. അതായത് ബ്രിഡ്ജ് ക്രോസ് ചെയ്യുമ്പോൾ മാനും ഹയർ സെൽഫും തമ്മിലുള്ള ഇതും കൂടെയാണ് ക്രോസ് ചെയ്യുന്നത്. പക്ഷേ കാഫ്ക എന്ത് ചെയ്യാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് സെൽഫാണ്, അത് അണ്ടർ പ്രഷറിൽ ബ്രേക്ക് ആവും. പിന്നെ അതുപോലെ തന്നെ ഹൈഡ്ഗറിൻ്റെ നോഷൻ ഓഫ് ബീയിങ് ടുവേർഡ്സ് ഡെത്ത് ഉണ്ടെന്നുള്ള കോൺസെപ്റ്റ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്, ബീയിങ് ടുവേർഡ്സ് ഡെത്ത്. അതുപോലെ തന്നെ നീച്ചയുടെ ഊബർ മെൻഷൻ. അപ്പോൾ എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ നമ്മുടെ സെൽഫ് നമുക്ക് നഷ്ടമാവും. ഹ്യൂമൻ ബീയിങ്സിൻ്റെ കാര്യം അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഈ ബീയിങ് ടുവേർഡ്സ് ഡെത്ത് എന്നുള്ള കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ മോർട്ടാലിറ്റിയെക്കുറിച്ച് അയാൾക്കൊരു അവബോധം ഉണ്ടായിരിക്കണം, അവയർനെസ്. എന്നാലേ അയാൾക്ക് ഒറിജിനലായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബ്രിഡ്ജിനകത്ത് ഈ ഒരു കോൺസെപ്റ്റും വരുന്നുണ്ട്. പിന്നെ ഹ്യൂമൻ എക്സിസ്റ്റൻസിൻ്റെ ഒരു മെറ്റാഫറാണ് ഈ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതിനകത്ത് എക്സ്പെക്റ്റേഷൻസിൻ്റെ ബേർഡൻസ് കൂടുമ്പോൾ അത് കൊളാപ്സ്ഡ് ആവും. ഓക്കെ. പിന്നെ ട്രഡീഷണൽ മോഡേണിറ്റിയുടെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്.
പിന്നെ റൂം ഓഫ് വൺസോണിനകത്ത് പിന്നെ ആഫ്റ്റർ വിസിറ്റിംഗ് ദ ബ്രിട്ടീഷ് ലൈബ്രറി ഏത് പീരീഡിനെ കുറിച്ചാണ് നമ്മുടെ നറേറ്റർ ശരിക്കും പറഞ്ഞാൽ റിസർച്ച് ചെയ്ത് സ്ത്രീകളുടെ ലൈഫിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട് അവർ. അത് ഏത് പീരീഡിലെ കാലഘട്ടമാണ് ഇവർ ഏത് പീരീഡിലാണ് ഇത് സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേക്സ്പീരിയൻ ഏജിനെ കുറിച്ചാണ് ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതും. ആ സമയത്ത് ഫീമെയിൽ റൈറ്റേഴ്സിൻ്റെ ഒരു റെക്കോർഡും ഇല്ലായിരുന്നു ലൈബ്രറിക്കകത്ത്. അപ്പോൾ ഇവർക്ക് തോന്നി ഷേക്സ്പിയറിന് അപ്പോൾ ഒരു ഫിക്ഷണൽ സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ കുട്ടിയെ പോലും എഴുതാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ആ ഒരു സിസ്റ്റമാറ്റിക് സപ്രഷൻ ഓഫ് വിമൻ്റെ ക്രിയേറ്റീവ് പൊട്ടൻഷ്യലാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. പിന്നെ ഒരു ലാറ്റിൻ ലൈൻ തന്നിട്ടുണ്ട്, വാട്ട് ഈസ് ദിസ് പ്ലേസ്, വാട്ട് റീജിയൻ, വാട്ട് പാർട്ട് ഓഫ് ദി വേൾഡ്. അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഡിസോറിയൻറ്റേഷനെയും എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റനിങ്ങിനെയാണ്. അത് ലിറ്ററേച്ചറിൽ ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് ഏലിനേഷൻ അല്ലെങ്കിൽ അൺനോണിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. പിന്നെ എന്താണ് ദ ബ്രിഡ്ജിനകത്ത് കാഫ്ക ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രജിലിറ്റി ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് ദ സെൽഫാണ്. ബ്രിഡ്ജ് സിംബലൈസ് ചെയ്യുന്നത് നമ്മൾ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യണം, പക്ഷേ നമ്മൾ പ്രഷറിൽ നമ്മൾ കൊളാപ്സ്ഡ് ആയി പോകരുത്. അങ്ങനെ കൊളാപ്സ്ഡ് ആയി പോകുന്ന കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. യുജീനിക്സ് എന്ന് വെച്ചാൽ വേർഡിൻ്റെ മീനിങ് എന്താണ്? സൂഡോ സയൻറ്റിഫിക് ബിലീഫിനെയാണ് നമ്മൾ പറയുന്നത് യുജീനിക്സ് എന്ന്. ഇറ്റ് ഈസ് ആക്ച്വലി എ ബിലീഫ് ദാറ്റ് ഇൻ ഇംപ്രൂവിങ് ദ ജനറ്റിക് ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻസ് ത്രൂ സെലക്റ്റീവ് ബ്രീഡിങ്. അതായത് ഇപ്പം നമുക്ക് ലാബിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ സെലക്റ്റീവായിട്ട് ബ്രീഡ് ചെയ്തിട്ട് ഇപ്പം രണ്ട് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള പേരൻസ് തമ്മിൽ കല്യാണം കഴിക്കുന്നു, അവർ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടിയെ പ്രസവിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാവുന്നു. അപ്പം ഈ നാസി ഇറയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫോഴ്സ്ഡ് സ്റ്റെറിലൈസേഷൻസ് ഒക്കെ നടത്തിയിരുന്നു. അതായത് ഈ റേഷ്യൽ പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു ജൂതനും ഒരു ജ്യൂവും വേറൊരു ആളും കൂടെ ഒരു ജർമ്മനും കൂടെ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരങ്ങ് കൊന്നുകളയും. ഒരു രണ്ട് ജർമ്മൻകാർ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ റേസ് പ്യൂർ ആവില്ലേ, മറ്റേതാകുമ്പോൾ മിക്സഡ് റേസ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ തേടി പിടിച്ച ആളുകളെയൊക്കെ അങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ട് നാസി ഇറയിൽ. അപ്പോൾ യുജീനിക്സ് എന്ന് വെച്ചാൽ സ്യൂഡോ സയൻറ്റിഫിക് ബിലീഫാണ്. അതായത് നമ്മുടെ ഹ്യൂമൻ പോപ്പുലേഷൻ്റെ ജനറ്റിക് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സെലക്റ്റീവായിട്ട് പോപ്പുലേഷൻ ബ്രീഡ് നടത്തുന്നു. ഓക്കെ. ഇനി ഓഷ്വിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഓഷ്വിറ്റ്സ് ഒരു ലാർജസ്റ്റ് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പാണ്, പോളണ്ടിലാണുള്ളത്. അത് ആ ജനോസൈഡിൻ്റെ ഹൊററൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് മില്യൺസ് ഓഫ് ജ്യൂസിനെ സിസ്റ്റമാറ്റിക്കലി മർഡർ ചെയ്ത് ഈ ക്യാമ്പിലായിരുന്നു. ഓക്കെ. ആൻ ഫ്രാങ്കിൻ്റെ ലോങ് അവൈറ്റഡ് ഫ്രണ്ട് ആരായിരുന്നു? ഡയറി, കിറ്റി എന്നാണ്. പിന്നെ എന്ത് പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അലക്സാണ്ടർ കിമ്മലെ ഐ കനോട്ട് ഫൊർഗെറ്റിനകത്ത് പറയുന്നത്? ഹോളോകാസ്റ്റ് സർവൈവ് ചെയ്തേക്കുന്ന ആ ഹോണ്ടിങ് മെമ്മറിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ആ കമ്മ്യൂണിറ്റിയെ മൊത്തം എക്സിക്യൂട്ട് ചെയ്തത് ഇയാൾ സ്പെസിഫിക്കലി വിറ്റ്നസ് ചെയ്തിരുന്നു. സോ ആ ട്രോമ, ലോസ് ഇതൊക്കെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ അബ്സർഡ് തിയേറ്ററിൻ്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഇല്ലോജിക്കൽ പ്ലോട്ടാണ്, മീനിങ്ലെസ് ആയിട്ടുള്ള ഡയലോഗ് കാണും, ഹ്യൂമൻ ഐസൊലേഷൻ ആണ് ഇതിനകത്ത് ഫോക്കസ്, കമ്മ്യൂണിക്കേഷൻ കാണത്തില്ല വലുതായിട്ട്, ലൈഫിൻ്റെ അബ്സർഡിറ്റിയെക്കുറിച്ച് പറയുന്നു. എക്സാമ്പിൾ സാമുവൽ ബെക്കറ്റിൻ്റെ വർക്ക്സ്, യൂജിൻ യുനെസ്കോയുടെ വർക്ക്സിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. Mm-hmm.